നമസ്കാരം. പലവട്ടം ഈ വീഡിയോ ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിച്ചതാണ്. പക്ഷേ ചെയ്യണം എന്നുള്ളൊരു ആവശ്യകത ഉണ്ടിപ്പോൾ. ഉമ്മൻചാണ്ടി ഗണേഷ് വിവാദമാണിപ്പോൾ. ചിലർ നമ്മൾ പറയാറുണ്ട്, ചിലരുടെ മൗനം, ചിലരുടെ തുറന്നു പറച്ചിൽ, ചിലരുടെ കൈത്താങ്ങ്, ചിലരുടെ വാക്ക്, ചിലരുടെ പണം, എന്തെങ്കിലും ഒരു സപ്പോർട്ടിലാണ് എൻ്റെ ജീവിതം എന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇന്ന ആളിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ്. അല്ല, അദ്ദേഹം കൈവിട്ടിരുന്നെങ്കിൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ മരിച്ചു പോകേണ്ടി വരും, ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും ചിലർ. അങ്ങനെ നോക്കുമ്പോൾ ഗണേഷിൻ്റെ ജീവിതം ഉമ്മൻചാണ്ടിയുടെ ദയാവായ്പ മാത്രമാണ്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടിക്ക് കിട്ടുന്ന, ഉമ്മൻചാണ്ടിയോട് പറയുന്ന ഒരു സ്ത്രീ വന്ന് പറയുന്ന കഥകൾ അതേ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി പുറത്തു വിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഗണേഷിന് ഇങ്ങനെ മന്ത്രിയായിട്ടിരിക്കാൻ കഴിയില്ലായിരുന്നു. കാലം കഴിഞ്ഞു. ഗണേഷ് UDF വിട്ടു, LDFിൽ പോയി, ഇപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. മന്ത്രിയായതിനു ശേഷം അദ്ദേഹം കുറേ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുന്നു. അത് അത്ര കണ്ട് നല്ലത്. പക്ഷേ വിവാദങ്ങളും തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളാണ്. അദ്ദേഹം കേരള സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഒറ്റപ്പെടുകയാണ്. ഗണേഷ് അത് മനസ്സിലാക്കുന്നില്ല. ഗണേഷിൻ്റെ സ്വന്തം സഹോദരിയല്ലേ ഉഷ മോഹൻദാസ് വന്ന് പറയല്ലേ, ഉമ്മൻചാണ്ടി ആണ് ശരി, എൻ്റെ സഹോദരൻ പച്ചക്കള്ളനാണ്, വിശ്വസിക്കരുതെന്ന് സ്വന്തം സഹോദരിയല്ലോ എന്ന് പറയുന്നത്. എനിക്കിങ്ങനെ ഒരു മോനേ ഇല്ല, ഇവൻ വേറെ ആർക്കോ രൂപപ്പെട്ടതാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്, എനിക്കിങ്ങനെ ഒരു മോനേ ഇല്ല എന്ന് പറഞ്ഞത് ബാലകൃഷ്ണനല്ലയോ? അച്ഛൻ തള്ളിപ്പറയുന്ന മകൻ, സഹോദരി തള്ളിപ്പറയുന്ന സഹോദരൻ. എന്താണ് ഗണേഷ് കാണിക്കുന്നത്? ഇതിനിടയിൽ റിപ്പോർട്ടറല്ല 24 ചാനലിൽ, ഇന്നത്തെ റിപ്പോർട്ടർ ചാനലിലുള്ള ഡോക്ടർ അരുൺകുമാർ ഉണ്ടായിരുന്നു. ഒരു ജനകീയ വിചാരണ എന്നൊരു പരിപാടി നടത്തിയിരുന്നു. ആ പരിപാടിയിൽ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ സരിത എഴുതിയ കത്ത് ഈ ശ്രീ ഗണേഷിൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ളയ്ക്ക് കൊടുത്ത കാര്യവും അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്ലാത്ത കാര്യവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ബാലകൃഷ്ണപിള്ള നിരവധി തവണ, എല്ലാ മാസവും എന്ന് പറയാം, സരിതയ്ക്ക് പണം കൊടുക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന് വയസ്സുകാലത്ത് ഒരു ലൈംഗിക താല്പര്യമോ ഒരു സെക്ഷൽ താല്പര്യമോ ഒന്നും ഉള്ളതുകൊണ്ടല്ല പൈസ കൊടുത്തത്. പിന്നെ എന്തിനാണ് ആ പണം കൊടുത്തത്? അപ്പോൾ അരുൺകുമാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഗണേഷ് കുമാറുമായി എന്തെങ്കിലും ബ്ലഡ് റിലേഷൻ ഉണ്ടോ? മേ ബി എന്നാണ് സരിത പറയുന്നത്. എൻ്റെ അർത്ഥം എന്താണ്? മറ്റൊരു സ്ത്രീ, എൻ്റെ ഭാര്യയല്ലാത്ത മറ്റൊരു സ്ത്രീയെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യപ്പോൾ ആ സ്ത്രീ പറയുന്നു, ഇന്ന ആളുമായിട്ട് രക്തബന്ധമുണ്ടോ എന്ന് വെച്ചാൽ മേ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ഗണേഷിന് മനസ്സിലാവും. നമുക്ക് അങ്ങനെ അത്ര പച്ചയ്ക്ക് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും ജീവിച്ചിരിക്കുകയല്ലേ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. സരിതയും ജീവിച്ചിരിപ്പുണ്ട്, രക്തബന്ധത്തിലുള്ളവരും ജീവിച്ചിരിപ്പുണ്ട്, ഗണേഷും ജീവിച്ചിരിപ്പുണ്ട്, എല്ലാവരും ജീവിച്ചിരിക്കുകയാണ്. വളരെ മോശമാണ് ഗണേഷിൻ്റെ ഈ പ്രവർത്തികൾ. എന്തിനു വേണ്ടി അദ്ദേഹം ചെയ്യുന്നു? അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയില്ല, ആ വാശി ഈഗോ ഒക്കെ ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാവും, അതെല്ലാവർക്കും മനസ്സിലാവും. പൊളിറ്റിക്സിൽ ചതിച്ചെന്നോ വഞ്ചിച്ചെന്നോ ഒക്കെ പറയാം. പക്ഷെ അത് കഴിഞ്ഞില്ലേ? എന്നിട്ട് താങ്കൾ വീണ്ടും മന്ത്രിയായില്ലേ? എന്നിട്ടും പഴയത് കുത്തിയെടുത്തുകൊണ്ട് വന്ന് താങ്കൾക്കൊരു സുഖമാണത്, ഒരു പന്നൽ സുഖം. താങ്കൾ ഒരിക്കൽ സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ നിരന്തരം പറയുന്ന കേട്ടുകൊണ്ട് താങ്കളോട് ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, ഒരു റിപ്പോർട്ടർ, എന്തിനാണ് ഇങ്ങനെ? അതൊരു സുഖം. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ഒരു സുഖം, വേറെ തരത്തിലൊരു സുഖമുള്ളവരുണ്ട്. എന്താണെന്നറിയാവോ? അത് കളിയാക്കി പറയുന്നതാണ്, സ്വല്പം അശ്ലീലമാണ്, എന്നാലും ഞാൻ പറയാം. മറ്റുള്ളവരൊന്നും കരുതരുത്. ഈ പാർട്ടിയോടെ സ്കിപ്പ് ചെയ്തോളൂ, എന്നാലും ഞാൻ പറയാം. ഈ പ്രാദേശിക പ്രവർത്തകർ, ഒരു സാധാ പ്രവർത്തകർ വന്നിരിക്കുമ്പോൾ കൈ കാണിയിടാ എന്ന് പറയും. അപ്പോൾ എന്തിനാ കൈ കാണിക്കുന്നത്? മുളവ് കയ്യിൽ തേച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ്. എന്ന് വെച്ചാൽ മുളവും തേച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അതിൻ്റെ സങ്കല്പമാണ്. ഒരു കഥയാണ്, ഒരു കൊളോക്കിയലായിട്ട് നാട്ടൻ ഭാഷയിൽ നടന്ന ഗ്രാമത്തിലെ ഗ്രാമങ്ങളിലുള്ളൊരു കഥയാണ്. അപ്പോൾ കൈ പിടിച്ച് നോക്കും, അടുത്ത് വരുമ്പോൾ പിടിച്ച് നോക്കുന്നത് അവൻ്റെ കൈ മുളവ് വല്ലതും തേച്ചിട്ടുണ്ടോയെന്ന് അറിയാനാണ്. എന്തിനാണ് അറിയുന്നറിയാമോ? അതിൻ്റെ കഥ ഇതാണ്. മുളവും തേച്ചുകൊണ്ട് ഇറങ്ങും മറ്റുള്ളവനെ പാര പണിയാൻ. എന്നിട്ട് മറ്റുള്ളവൻ്റെ ആസനത്തിൽ ഈ മുളവ് തേച്ച കൈ കയറ്റും. അപ്പോൾ കൈ കയറ്റുമ്പോൾ, ആസനത്തിൽ കൈ കയറ്റുമ്പോൾ ഒരു അശ്ലീലം ഉണ്ടല്ലോ, കൈക്ക് ഒരു കൈ വിരലിന് അശ്ലീലം ഉണ്ടല്ലോ, മറ്റൊരാളിൻ്റെ ആസനത്തിലല്ലേ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കൈക്കൊരു അസ്വസ്ഥത ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥത, മറ്റവൻ്റെ ആസനം നീറുമല്ലോ.
ഇതൊരു പന്ന സ്വഭാവമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മുളവും തേച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു മന്ത്രിയാണ് നമ്മുടെ, പറയേണ്ടി വരുന്നു. നമ്മുടെ നാട്ടിലൊരു മന്ത്രിയാണ്. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ജനകീയനായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായം കൊടുത്തിട്ടുള്ള, കാരുണ്യം കൊടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളത് എൻ്റെ വിഷയമല്ല, BJP ആണെന്നുള്ളത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് രാത്രി 12 മണിക്ക്. കാര്യം അന്ന് അദ്ദേഹം റൗണ്ട് ദ ക്ലോക്കാണ് അദ്ദേഹത്തിൻ്റെ CMൻ്റെ ഓഫീസ്. ഇതൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല. നമുക്ക് പറയാം ഇരട്ട ചങ്കാണ്, 3 ചങ്കാണ്, അപ്പടിയാണ് ഇപ്പടിയാണ്, ജനകീയമാണ്, ജനാധിപത്യമാണ്, പിന്നെ ജനകീയ ആസൂത്രണമാണെന്നൊക്കെ പറയാം. നമുക്ക് പറയാം, എന്ത് തള്ളി മറിച്ചുകൂടാ, പേപ്പറിലും പറയാം. 7/24 ഓഫീസ് പ്രവർത്തിക്കുന്നു. 24 മണിക്കൂർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രി രാത്രി 11 മണിക്കായാലും 12 മണിക്കായാലും പുറത്ത് പോയിട്ട് വരുമെങ്കിൽ ഓഫീസിലാണ് വരുന്നത്, വീട്ടിലല്ല പോകുന്നത്. അങ്ങനെ 12 മണിക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി കിട്ടാൻ വേണ്ടി ചെന്നപ്പോൾ രാത്രി 12 മണിയാവുന്നു മുഖ്യമന്ത്രി. അപ്പോഴാണ് മുഖ്യമന്ത്രി ഓഫീസിലിരിക്കുകയാണ് ഞങ്ങൾ 2 പേർ, ഞാനും മറ്റ് വേറെ ഓഫീസിൽ വേറെ ഡയറക്ടർ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ടൊരു ഫംഗ്ഷന് വിളിക്കണം ഉമ്മൻചാണ്ടിയെ. വിളിക്കാനിരുന്ന അവസാനം ഉമ്മൻചാണ്ടി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ മുഖ്യമന്ത്രി ഓഫീസ് മോണിറ്റർ ചെയ്തിരുന്നിട്ട് സമയം 10 ഞങ്ങൾ വീടുകളിൽ പോയിട്ട് 11:45 മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കാൾ വരുന്നു, മുഖ്യമന്ത്രി ഉടനെ എത്തുമെന്ന്. ഞങ്ങളപ്പോൾ തന്നെ ഞങ്ങളുടെ ഡ്രൈവർമാരെ വിളിച്ച് പാഞ്ഞ് ഞങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിലെത്തി. താഴെ എത്തിയപ്പോൾ ഒരു വള്ളം നിറയ്ക്കാനുള്ള ആളുകളുണ്ട് താഴെ മുഖ്യമന്ത്രിയെ കാണാൻ ആ 12 മണി സമയത്ത്. ഇതൊക്കെ സംഭവിച്ചത് കേരള സെക്രട്ടേറിയറ്റിലാണ്, കേരളത്തിലാണ്. നമ്മളിതൊന്ന് പറഞ്ഞ് വിവാദമാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ലിഫ്റ്റിൽ കയറാൻ ഒരാൾ പറഞ്ഞാൽ ഞാൻ ആ കഥ കൂടെ പറയാം. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ആവശ്യത്തിന് പോയി, എൻ്റെ ഒരു ഫയലുമായി ബന്ധപ്പെട്ട് ഞാൻ പോയി. അപ്പോൾ അവിടെ ലിഫ്റ്റ് പിടിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ലിഫ്റ്റിലാണ് കയറിപ്പോയത്. ചെന്നപ്പോൾ ഒരു ലിഫ്റ്റ് പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ലിഫ്റ്റിൽ വരുന്നു താഴേക്ക് വരാൻ. മുഖ്യമന്ത്രിയുടെ ഫ്ലോറിലാണ്. താഴേക്ക് വരാനായിട്ട് പലവരും വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഫ്ലോറിലുള്ള ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ പറയുന്നു, ഈ ലിഫ്റ്റിൽ പോകാൻ പറ്റത്തില്ല, അടുത്ത ലിഫ്റ്റ്. എനിക്കല്ല, ഞാൻ അവിടെ കണ്ടുകൊണ്ട് നിൽക്കാം, എനിക്ക് അകത്ത് കയറണം. കാരണം എനിക്ക് അകത്ത് കയറാൻ ടൈം കിട്ടാൻ കാരണം ഞാൻ വെളിയിൽ നിൽക്കുകയാണ്. 1.5 മണിക്കൂർ ഞാൻ വെളിയിൽ നിന്നു. അപ്പോഴെല്ലാം വരുന്നവരോടെല്ലാം പറയണം, ഈ ലിഫ്റ്റ് പിടിച്ചിട്ടിരിക്കുകയാണ്. എന്തിനാണ് പിടിച്ചിട്ടിരിക്കുന്നത്? CM പിണറായി വിജയൻ അകത്തുണ്ട്, അദ്ദേഹം വരുമ്പോൾ ഇറങ്ങാനാണ്. ലിഫ്റ്റ് 1.5 മണിക്കൂറായി ലിഫ്റ്റ് പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ രാജീവ് മന്ത്രി താഴെ ഇറങ്ങാനായിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങി പുറത്ത് വരുന്നു. എന്നെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് കേട്ടോ, അല്ല വേറെ പുറത്തൊന്നും പറയാം. അപ്പം വന്നപ്പോൾ ഈ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, സാർ സോറി സാർ, CMന് വേണ്ടി ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് സാർ, അടുത്ത ലിഫ്റ്റിലോട്ട് പോകണമെന്ന് പറഞ്ഞ് വന്ന രാജീവ് 10-100 മീറ്ററോളം 10-30 മീറ്ററോളം നടന്ന് വന്ന രാജീവ് സെക്യൂരിറ്റിക്കാരെ അങ്ങോട്ടേന്ന് പറഞ്ഞില്ല. 30 മീറ്ററെങ്കിലും ഉണ്ട് 2 ലിഫ്റ്റും തമ്മിൽ. അപ്പോൾ രണ്ടാമത്തെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്ന് വന്ന് അവിടെ എത്തുമ്പോഴാണ് രാജീവിനോട് പറയുന്നത്, സാർ ഇതിൽ കയറാൻ പറ്റില്ല, അപ്പുറത്തിൽ പോയി കയറാം. രാജീവ് ഓക്കെ എന്ന് പറഞ്ഞ് പോയി കയറുന്നു. അത് നിലവിലെ പിണറായി വിജയൻ. കപ്പിൽ ലവ് ഒക്കെ അടിച്ചു വെച്ച് ഇപ്പോൾ കൊച്ചുനാളിലെ മീൻ കഴിച്ച കാര്യവും കൊച്ചുങ്ങളെ പിന്നെ എടുത്ത് മൂക്കള ചൊല്ലിയ കാര്യമൊക്കെ ഇപ്പോൾ പറയാം. അത് PR വർക്കിന് വേണ്ടി പറയുന്നതാണ്, യാതൊരു കാര്യമില്ല. അതേ സമയത്താണ് രാത്രി 12 മണിക്ക് ഇതേ മുഖ്യമന്ത്രി ലിഫ്റ്റിൽ വരുന്നു. ലിഫ്റ്റിൽ വരുമ്പോൾ വഴിയിൽ നിന്ന് എല്ലാവരും ഞങ്ങളെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്കറിയാം, മുഖ്യമന്ത്രി അറിയാം, ഞങ്ങളെയൊക്കെ വിളിച്ച് കയറ്റി. ഒരു വെള്ള ആളുകളെ കയറ്റി, പരമാവധി ആളുകളെ കയറ്റിയിട്ടാണ് മുഖ്യമന്ത്രി മുകളിൽ ഇറങ്ങുമ്പോൾ മുകളിൽ മുഖ്യമന്ത്രിയുടെ ലോഞ്ചിന് വെളിയിൽ, ഓഫീസിന് വെളിയിൽ ഇതിനേക്കാൾ ആളുകൾ. അപ്പോഴാണ് ഒരാൾ തൻ്റെ കയ്യിൽ, ക്യാൻസർ ഒരു പേഷ്യൻ്റ്, അദ്ദേഹത്തിൻ്റെ കൈ നിറച്ച് കെട്ടി രക്തം ഒലിച്ച് നിൽക്കുകയാണ്. ഒരു പേപ്പർ കയ്യിൽ വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി കൊടുക്കാൻ. ഏതോ ഒരു പ്രാദേശിക നേതാവ് കൂടെ ഉണ്ട്. ഞാൻ നോക്കട്ടെ, അദ്ദേഹം നമുക്ക് പരിചയമുള്ള നേതാവേ അല്ല. അപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ ഓടി വന്ന് ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ കാണുന്നത് ഈ ശകലം അങ്ങോട്ട് നീങ്ങി നിൽക്കുന്ന ഈ ക്യാൻസർ പേഷ്യൻറ്റിനെയാണ്. മുഖ്യമന്ത്രി നേരെ ഓഫീസിലേക്ക് അല്ല കയറിപ്പോയത്, നേരെ ഇറങ്ങി വന്ന് ഈ ക്യാൻസർ പേഷ്യൻ്റെ അടുത്ത്. ആരും പറഞ്ഞു വെച്ചതല്ലല്ലോ. എന്താന്ന് ചോദിക്കുന്നു. അതേ എന്താന്ന് എപ്പോഴും ചോദിക്കുന്ന ആൾ. എന്താ അതിങ്ങനെയാണ് വിഷയം, ക്യാൻസറാണെന്ന് ആരോ ചെവിയിലെന്തോ പറയുന്നു. അപ്പോൾ തന്നെ ആ വാങ്ങിച്ച് പേപ്പറുണ്ട്. ആ പേപ്പർ വാങ്ങുന്നു, ചെവിരിൽ വെച്ച് എഴുതുന്നു, എത്രയോ എമൗണ്ട് എഴുതുന്നു, എഴുതി കൊടുത്തു വിട്ടു. അത് മുഖ്യമന്ത്രി 24 മണിക്കൂറിൽ 18 മണിക്കൂർ വരെ ഭക്ഷണവും ചായയും വെള്ളവും കുടിക്കാതെ നിന്ന് ജനസമ്പർക്ക പരിപാടി നടത്തി. ഇവിടെ നമ്മൾ നടത്തി, കേരള വികസന യാത്രയും ജനകീയ സദസ്സുമൊക്കെ നടത്തി. എങ്ങനെയാണ് നടത്തിയത്, പിണറായി വിജയൻ എങ്ങനെയാണ് നടത്തിയതെന്നൊന്ന് കമ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അത്രയും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ആരുടെയും ആഹ്വാനമില്ലാതെ രാത്രി 12 മണിക്കും 1 മണിക്കുമൊക്കെ
തെരുവോരങ്ങളിൽ നിന്നത്. കോട്ടയത്ത് പോകാൻ 4 മണിക്കൂർ മതി. അന്ന് റോഡ് പണി ഇല്ലാത്തതുകൊണ്ട് 2.5-3 മണിക്കൂർ മതി. ആംബുലൻസൊക്കെ പോകുന്നതാണെങ്കിൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ മതി. പോട്ടെ 3 മണിക്കൂർ ആയിക്കോട്ടെ. വഴിനീളെ കുറച്ച് ഇതൊക്കെ കൊടുത്ത് അനുശോചനമൊക്കെ രേഖപ്പെടുത്തി കൊണ്ട് ഒരു 10 മണിക്കൂർ ആയിക്കോട്ടെ. 2.5 ദിവസമാണ് എടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാൻ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ആളുകൾ പോയി തൊഴുന്നുണ്ട്, എല്ലാ ജാതി മതസ്ഥരും. അവിടെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് തന്നെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം കോൺഗ്രസ്സുകാർ. എത്ര വലിയ മഹത്തായ ഒരു ജീവനായിരുന്നു. അവിടെ ഈ ഗണേഷ് എന്ന് പറയുന്ന ആളിന് കാണിച്ച തോന്നിയവാസങ്ങൾക്ക്, ആ തോന്നിയവാസം താൻ അറിഞ്ഞിട്ടും വളരെ ഉത്തരവാദിത്വത്തോട് താൻ അറിഞ്ഞിട്ടും അത് പുറത്ത് പറയാതെ രക്ഷിച്ച ഉമ്മൻചാണ്ടിയെ, അതിൻ്റെ കാരണത്താൽ ഗണേഷ് ഒന്ന് മാറി നിൽക്കണം, മന്ത്രിയാവരുത്, ഇപ്പോൾ അയാൾ നാറ്റക്കേസാവുമെന്ന് പറഞ്ഞ് രക്ഷിച്ച ഗണേഷ് ഇപ്പോൾ മന്ത്രിയായിട്ടിരുന്ന് ആ പദവിയിൽ കയറിയിരുന്ന് പത്രക്കാരൻ ബൈറ്റ് എടുക്കാൻ കിട്ടുന്നു. കാര്യം മന്ത്രിയാകുമ്പോൾ ഒരുപാട് ബൈറ്റ് കൊടുക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ അങ്ങ് തള്ളി മറിക്കുകയാണ്. സുരേഷ് ഗോപിക്കെതിരെ തള്ളുന്നു, മുഖ്യമന്ത്രിക്കെതിരെ തള്ളുന്നു. എന്താണ് മന്ത്രി നിങ്ങൾ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് മിനിസ്റ്ററെ. നിങ്ങളെ കൂടെ ഞാനും ഒരുപാട് പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. മിനിസ്റ്ററോട് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ, കിഴൂട്ട് രാമൻപിള്ളയുടെ ചെറുമകനായിട്ടുള്ള ആർ ബാലകൃഷ്ണയുടെ മകനായിട്ടുള്ള, ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മകനായിട്ടുള്ള ഗണേഷ് കുമാറിനോട് ഒരു എതിർപ്പുമില്ല. മന്ത്രിയായ ഗണേഷ് കുമാറിനോട് എല്ലാ റെസ്പെക്റ്റും ഉണ്ട്. പക്ഷേ താങ്കളുടെ നാവ് താങ്കൾ നിയന്ത്രിക്കണം. താങ്കൾ ഏറ്റവും മിനിമം താങ്കളുടെ മരിച്ചുപോയ അച്ഛൻ്റെ ആത്മാവിനെയും ജീവിച്ചിരിക്കുന്ന ഉഷാ മോഹൻദാസ് എന്ന സഹോദരിയെയും അളിയനെയും കുടുംബാംഗങ്ങളെയെങ്കിലും വിശ്വാസത്തിലെടുക്കണം. പിന്നെ നാട്ടിൽ മുഴുവൻ പൂരം നമുക്ക് നടത്താം.